നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴേ അതിലെ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് NSS, ഒന്ന് SNDPയുമാണ്. അത് കാലാകാലങ്ങളായിട്ട് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇവരുടെയൊക്കെ അഭിപ്രായം എന്താണെന്നുള്ളത് അറിയാൻ കേരളത്തിന് താല്പര്യം ഉണ്ടാവില്ലേ? പക്ഷെ നമ്മുടെ ഈ SNDP അങ്ങോട്ട് മാറ്റി നിർത്താം. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ തലപ്പത്ത് വന്നതിന് ശേഷം അവർക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും കൃത്യവും വ്യക്തവുമായ നിലപാടുകളൊന്നുമില്ല. ഇന്നൊരു കാര്യം പറയും, നാളെ വേറെന്ന് പറയുന്നു. ഈ 2018 സുപ്രീം കോടതി വിധിക്ക് ശേഷം അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കുന്നതിനായി NSSന്റെയും മറ്റും നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടായപ്പോ അതിനെ എതിർത്തവരാ SNDP. ബദൽ സമരം നടത്തും എന്ന് പറഞ്ഞവരാ. അപ്പൊ അദ്ദേഹത്തിന് എന്ത് പറയാം? കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം യോഗനാഥൻ വാരികയിൽ എഴുതിയൊരു മുഖപ്രസംഗം നേരത്തെ വീഡിയോ ഒന്ന് സൂചിപ്പിച്ചതാണ്. അതായത് RSSന്റെ ഭാഷയിൽ അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ദേവസ്വം ക്ഷേത്രങ്ങളിലെ ഓരോ ഗൂഢസംഘങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലെ അവരൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത്. ദേവസ്വം ക്ഷേത്രങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമില്ല. ആ വ്യക്തിയാണ് അയ്യപ്പ സംഗമത്തിന് വന്നിട്ട് പ്രധാനപ്പെട്ട ഒരാളായിട്ട് സംസാരിച്ചത്. അതുകൊണ്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയും എന്നതിന് വലിയ പ്രസക്തിയോ കാര്യമോ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ, അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളിൽ അഭിപ്രായം പറയാനുള്ള ഒരു ബാധ്യതയുണ്ട്. ചില കാര്യങ്ങൾക്ക് അദ്ദേഹം വിശദീകരണം നൽകണം. അത് NSS അംഗങ്ങളുടെ മാത്രം ആവശ്യമല്ല, ശബരിമലയെ സ്നേഹിക്കുന്ന, ശബരിമല അയ്യപ്പനിൽ വിശ്വാസമുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും ആവശ്യമാണ്. ശബരിമലയുടെ കാര്യത്തില് ശരിദൂരം കണ്ടെത്തി എന്നാണ് ശ്രീ സുകുമാരൻ നായർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയേണ്ട ചില കാര്യങ്ങൾ, ഒന്ന്, ഈ ശബരിമല ക്ഷേത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണ്? സ്വർണ്ണമോഷണം പോയിരിക്കുകയാണല്ലോ, അങ്ങനെ അങ്ങ് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ NSS കരുതുന്നുണ്ടോ? അതിന്റെ ഉത്തരവാദികൾ ആരാണ്? ഏതെങ്കിലും ചില ബാഹ്യ ശക്തികളാണോ? അതോ ദേവസ്വം ബോർഡിനും കേരള സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിലുള്ള ഉത്തരവാദിത്വം എന്താണ്? ഈ ശബരിമലയിൽ സംഭവിച്ച കാര്യങ്ങളിൽ കേരള ദേവസ്വം ബോർഡിന്റെ അധികാരികള് പല സന്ദർഭങ്ങളിലും കാഴ്ചക്കാരായി പോയതും, അതേസമയം ചില ബാഹ്യ വ്യക്തികൾ അവിടെ ഔദ്യോഗികമായിട്ട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തവരാ, അവരൊക്കെ അധികാരസ്ഥന്മാരാവുകയും ചെയ്തു. ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പൊ കോടതിയുടെ മേൽനോട്ടത്തില് അവര് നിശ്ചയിച്ച ഒരു സംഘം, പോലീസ് സംഘം അന്വേഷണം നടത്തുക. ഇതേപ്പറ്റി അങ്ങയുടെ അല്ലെങ്കിൽ NSSന്റെ അഭിപ്രായം എന്താണ്? ഇത് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഈ തീരുമാനം സർക്കാരിലും ദേവസ്വം ബോർഡിലും കോടതിക്ക് വിശ്വാസമില്ല എന്നല്ലേ സൂചിപ്പിക്കുന്നത്? ഈ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് അറിയാമായിരുന്നപ്പോഴാണ് NSSനെയും SNDPയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് മറ്റു സംഘടനകളെ, മറ്റ് അയ്യപ്പ ഭക്തരുടെ പ്രതിനിധികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയത്. ഇതൊരു വിശ്വാസ വഞ്ചനയായിരുന്നു എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? വിശ്വാസ സംഗമത്തിന്റെ കാര്യത്തില് അയ്യപ്പ ഭഗവാന്റെ അന്തർഗതം മറ്റൊന്നായിരുന്നു എന്നല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്? ഈ കൊള്ളയെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ പുറത്തു വന്നതിന് ശേഷവും NSS ശബരിമലയുടെ കാര്യത്തിൽ ശരിദൂരം കണ്ടെത്തിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ശ്രീ സുകുമാരൻ നായർ ഇത് വിശദീകരിക്കണം. കാരണം അവരുടെ അണികൾക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് NSSന് തന്നെ. അദ്ദേഹം മറുപടി പറയേണ്ട മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഇതുവരെ എടുത്ത നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് പിന്തുണ നൽകാൻ തീരുമാനിച്ചത്? അതേക്കുറിച്ച് ധാരാളം കഥകൾ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച വിശദീകരണങ്ങൾ വേണം. അത് NSSന്റെയും ശ്രീ സുകുമാരൻ നായരുടെയും പ്രതിച്ഛായയ്ക്ക് അത്യാവശ്യമാണ്. അങ്ങനൊരു വിശദീകരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ VN വാസവൻ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നൊക്കെ പ്രതിപക്ഷം പറയുന്നു. അങ്ങനെയൊന്നും വേണമെന്ന് പറയാൻ നമുക്ക് അവകാശമൊന്നുമില്ല. അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ശബരിമല ക്ഷേത്രം, ലക്ഷക്കണക്കിന് വിശ്വാസികള് വർഷം തോറും പ്രാർത്ഥനയോടും നാമജപത്തോടും കൂടി അയ്യപ്പനെ കണ്ട് തൊഴാനെത്തുന്ന സ്ഥലം, അവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങള് പേടിപ്പെടുത്തുന്നതാ. അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനും കുറഞ്ഞ പക്ഷം മന്ത്രിക്കെങ്കിലും ഉണ്ട്. പിന്നെ തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കട്ടെ.